Ideas, it's me, MS from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, യെസ്, കഴിഞ്ഞ തവണ നമ്മൾ ലൈവ് പോയ സമയത്ത് പല കുട്ടികളും കമന്റിൽ ചോദിച്ചൊരു സംശയം ഉണ്ടായിരുന്നു, സാർ ആ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഐസോമറിസത്തിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വീട്ടിൽ പോയി ലൈവ് എടുത്ത് നോക്കി. അതിൻ്റെ കമന്റുകളിലും ഒന്ന് രണ്ട് കുട്ടികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്, എങ്ങനെയാണ് സാർ അത് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത്, അത് കത്തിയില്ല എന്ന് പറഞ്ഞു. സോ നിങ്ങൾക്കിതാ ആ ഐസോമറിസത്തിനെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കാനാണ് MS സൊല്യൂഷൻ വന്നിരിക്കുന്നത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ പൊന്നും മുന്നേ, ഒന്നുകൂടി കണ്ടാൽ മതിയേ. ഓക്കെ, യെസ്, തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ പരിശോധിക്കുക. ഇതൊരു ചോദ്യം കഴിഞ്ഞ വർഷമൊക്കെ തന്നിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. അതിലിതാ കുറേ കോമ്പൗണ്ടുകൾ തന്നു അല്ലേ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ വരുന്ന ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഐസോമർ ജോഡികൾ കണ്ടെത്തുക എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഐസോമറിക് പെയർസ്. രണ്ട് ഫങ്ഷണൽ ഐസോമർ ജോഡി ഏതാണ് വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹിയർ. ഇവിടെ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പായി ഫങ്ഷണൽ ഐസോമർ ആയിട്ട് വരുന്നത്? അപ്പോൾ രണ്ട് ചോദ്യങ്ങളല്ലേ. ആദ്യത്തെ ചോദ്യം ഐസോമർ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതുപോലൊരു ചോദ്യം, അതായത് സ്ട്രക്ചർ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇതിലേതാ മക്കളെ ഐസോമറിസം എന്ന് പറയുമ്പോൾ, നിങ്ങൾ 4 ഐസോമറിസം പഠിച്ചിട്ടുണ്ടല്ലേ. ചെയിന് പഠിച്ചിട്ടുണ്ട്, പിന്നെ പൊസിഷൻ പഠിച്ചിട്ടുണ്ട്, ഫങ്ഷനിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ വർഷം നിങ്ങൾ മെറ്റാമറിസവും പഠിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നോട്ട് ചെയ്തു വെച്ചോ, മാർക്ക് ചെയ്തു വെച്ചോ. സ്റ്റെപ്പ് 1, നിങ്ങൾ മോളിക്കുലാർ ഫോർമുല ഡയറക്റ്റ് എഴുതുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഓരോ കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ദാ C5H12 C3H8 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ കണ്ണോണ്ട് നോക്കിയേ, പല ഫോർമുലകളും സെയിം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പല ഫോർമുലകളും നോക്കിക്കേ, ദാ C5H12 നമ്മൾ അതിന് 1 നമ്പർ ഇട്ടതാ, 1. അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്, 1. ഇനി C3H8 ഓക്കെ, ഞാൻ 2 നിട്ടു. അതേ C3H8 അല്ലേ ഇതും വരുന്നത്, 2. ഇനി C3H7Cl ഞാൻ 3 ഇട്ടു. അപ്പോൾ അതാ ഇവിടെയും C3H7Cl 3. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ടൈപ്പ് പേഴ്സ് ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ. ഒരേ മോളിക്കുലാർ ഫോർമുല വരുന്ന 2 ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. ഇത് തന്നെയല്ലേ ഐസോമർ. ഐസോമർ ആയിരിക്കണമെങ്കിൽ അത് ചെയിൻ ആവട്ടെ, ഫങ്ഷൻ ആവട്ടെ, എന്തോ ആവട്ടെ, ഒരാൾ ഐസോമർ ആവണമെങ്കിൽ അയാളുടെ എന്ത് സെയിം ആയിരിക്കണം? മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്ര വാക്യം അല്ലെങ്കിൽ തന്മാത്ര സൂത്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് സെയിം ആയിട്ടുണ്ട്. ഇനി ഏതാണ്, ഫങ്ഷനിലാണോ പൊസിഷനാണോ? നോക്കിക്കേ, ആദ്യം നമുക്ക് ഒന്നാമത്തെ എടുക്കാം. C5H12 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും C5H12 ഉണ്ട്. നിങ്ങൾ നോക്കിക്കോടാ, ഈ രണ്ടെണ്ണത്തിലും കാർബണും ഹൈഡ്രജനും മാത്രമല്ലേ ഉള്ളൂ. MS സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള മോളിക്കുലാർ ഫോർമുല സെയിം ആയി വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണെങ്കിൽ അവർ ഐസോമറിക് പെയർ ആയിരിക്കും. 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അവർ ചെയിൻ ഐസോമറുകളായിരിക്കും. അത് ഫങ്ഷനിലാവില്ല, മെറ്റാമർ ആവില്ല, പൊസിഷൻ ആവില്ല. കാരണം എന്താ, ഇവരിലൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള പേഴ്സാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അത് ഉറപ്പിച്ചോളി, അത് ചെയിൻ ഐസോമർ ആയിരിക്കും. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേര് നോക്കുക. ഇത് 1 2 3 4 5 ഇതാരാണ്? 5 കാർബൺ വരുന്ന പെൻറ്റീൻ ആണ് ഇവൻ അല്ലേ. എന്നാൽ ഇവനോ 1 2 3 4 1. അപ്പോൾ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് 2ലാണ്. സോ ഇത് 2-മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. സോ ഈ 2-മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന തന്നിരിക്കുന്ന 5ാമത്തെ കോമ്പൗണ്ടും 1ാമത്തെ പെൻറ്റീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും തമ്മിൽ എന്ത് സെയിമായി? C5H12. അതേതാ? യെസ്, ഇതിൻ്റെ എന്താടോ നമ്മുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയി. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, C3H8O. ഈ C3H8O എന്ന് പറയുന്ന അതേ ഫോർമുല കാണിക്കുന്ന ആളാണ് ആര്? 4ാമത്തെ C3H8O ആയിട്ട് വരുന്ന ആള്. ഈ രണ്ടാളും തമ്മിൽ എന്താ ബന്ധം? ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ OH ആണ്, ഇത് ആരാണ്? O ആണ്. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്ത് സെയിമാ? മോളിക്കുലാർ ഫോർമുല സെയിമാ. അത് ഞാനിവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. മോളിക്കുലാർ ഫോർമുല സെയിമാണ്, പക്ഷേ 2 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് ആണ്. ഫങ്ഷണൽ ഐസോമറിസം എന്തോ മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ഫങ്ഷനിലാണ് നമുക്ക് മനസ്സിലായി.
അപ്പോൾ അതേതാണ്? രണ്ടാമത് വരുന്നത് ആരാടാ? ഫങ്ഷണൽ ഐസോമർ ആണ് വരുന്നത് അല്ലേ? ഒന്നാമത്തത് ചെയിൻ ആണെങ്കിൽ രണ്ടാമത്തത് ഫങ്ഷണൽ ഐസോമർ ആണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ നോക്കുക, CH3CH2CH2Cl എന്ന് പറയുന്ന കോമ്പൗണ്ടും ഇതേ ആറാമത്തെ ആളും ഒരേ C3H7Cl എന്ന് പറയുന്ന സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. ഇനി രണ്ടും നോക്കിക്കേ, രണ്ടും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഒന്നാമത്തേൽ ക്ലോറിൻ ഒന്നാമത്തെ കാർബണിലും ഈ ആറാമത്തെ ഇതിലുള്ളതിൽ ക്ലോറിൻ രണ്ടാമത്തെ കാർബണിലുമാണ് അല്ലേ? അപ്പോൾ ക്ലോറിൻ ഒന്നാമത്തെ കാർബണിലും ക്ലോറിൻ രണ്ടാമത്തെ കാർബണിലും വരിക എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. എന്താണ് മാറുന്നത്? ആ ക്ലോറിൻ എന്ന് പറയുന്ന ഹാലോ ഗ്രൂപ്പായ ക്ലോറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് മാറ്റമുള്ളത്. ഒന്നാമത്തെ കാർബണിലാണെങ്കിൽ രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത്. അപ്പോൾ അത് എന്താ ഐസോമറ? മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, C3H7Cl, രണ്ടിനും C3H7Cl ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ടും Cl ആണ്, ഒരാൾ Br അല്ല, രണ്ടും Cl തന്നെയാണ്. ഇനി എന്തേ മാറ്റുള്ളൂ? ആ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ പൊസിഷൻ നമ്പർ മാത്രമാണ് മാറ്റം. അപ്പോൾ ഏത് ഐസോമറാടാ? യെസ്, പൊസിഷൻ ഐസോമറാണ് മൂന്നാമത്തെ പേരെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രക്ചറൽ ഫോർമുലകൾ തന്നിട്ട് നിങ്ങളോട് ഐസോമറിക് പേസ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഐഡിയ അതിനെ നേരെ മോളിക്കുലാർ ഫോർമുല സെയിം ആയതിനെ കണക്ട് ചെയ്ത് വെക്കുക. അവകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4-ൽ ഉൾപ്പെടുന്നവയാണോ എന്ന് നോക്കുക. ഏതാണോ ഉൾപ്പെടുന്നത് അതങ്ങോട്ട് കൊടുക്കുക. കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളുവെങ്കിൽ അത് ചെയിൻ ഐസോമറാണ്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമറാണ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? പൊസിഷനിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക, പൊസിഷൻ ഐസോമറിസം. ഇനി അടുത്ത സംശയം, സർ ഏതാണ് മെറ്റാമറിസം? എന്താണ് സാർ മെറ്റാമറിസം? എടാ, എൻ്റെ ഇപ്പുറത്ത് 2 ആൾക്കാരുണ്ട്, എൻ്റെ ഇപ്പുറത്ത് 3 ആൾക്കാരുണ്ട്, ഞാനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എൻ്റെ വലത്തെ ഭാഗത്ത് 2 ആൾക്കാർ, ലെഫ്റ്റ് സൈഡിൽ 3 ആൾക്കാർ. ആര്? ആൽക്കൈൽ ചെയിന് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഞാൻ O എന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. എൻ്റെ വലതുഭാഗത്ത് 2 കാർബൺ ഉണ്ട്, എൻ്റെ ഇടതുഭാഗത്ത് 3 കാർബൺ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ആള്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെ പേരെന്തായിരിക്കടാ? ചെറുതോക്സി വലുതൈൻ. ഈ ഭാഗത്ത് 2 കാർബൺ, ഈ ഭാഗത്ത് 3 കാർബൺ. അപ്പോൾ എത്രയാ വരിക? എതോക്സി പ്രൊപ്പൈൻ എന്നല്ലേ ഇവൻ്റെ പേര് വരിക? യെസ്, എതോക്സി പ്രൊപ്പൈൻ എന്ന പേരാണ് ഇവൻ വരിക. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വലതുഭാഗത്ത് 4 ആൾക്കാരുണ്ട്, പക്ഷേ ഇടതുഭാഗത്ത് ഒരാളേ ഉള്ളൂ. എൻ്റെ വലതുഭാഗത്ത് 4 ആൾക്കാരുണ്ട്, ഇടതുഭാഗത്ത് എത്ര പേരുള്ളൂ? ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ പേരെന്താണ് ഉണ്ടാവുക? യെസ്, ചെറുതോക്സി വലുതൈൻ മെതോക്സി ബ്യൂട്ടൈൻ എന്നാണ് ഇവൻ്റെ പേര് വരിക. മലയാളം മീഡിയം ശ്രദ്ധിക്കുന്നില്ല, മലയാളം മീഡിയം എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നേയില്ല. മെതോക്സി ബ്യൂട്ടൈൻ. ശരിയല്ലടാ? ശരിയല്ലേ? സോ ഈ മെതോക്സി ബ്യൂട്ടൈനും എതോക്സി പ്രൊപ്പൈനും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് തന്നെ? രണ്ടിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് തന്നെടാ? ഓക്സിജൻ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. എന്നാൽ ആ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു സൈഡിൽ 2 ആൾക്കാരും മറ്റേ സൈഡിൽ 3 ആൾക്കാരും, അതൊരു പേരാന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തെ Oയുടെ ഒരു ഭാഗത്ത് ഒരാൾ, മറുഭാഗത്ത് 4 ആൾക്കാർ. അപ്പോൾ അറ്റാച്ച് ചെയ്ത ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ റാഡിക്കലുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത്തരം മെറിസത്തിന് പറയുന്ന പേരാണ് മെറ്റാമറിസം. അത്തരം ഐസോമേഴ്സ് സ്പേസിന് പറയുന്ന പേരാണ് എന്ത്? മെറ്റാമേഴ്സ്. എന്താണോ പറയുക? മെറ്റാമേഴ്സ്. നോട്ട് ദ പോയിന്റ്, മെറ്റാമേഴ്സ്. ഇനി മാറിപ്പോലല്ലോ. അപ്പോൾ ചോദിക്കും, സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് പൊസിഷൻ ഐസോമറിസത്തിനും എക്സാമ്പിൾ അല്ലേ? യെസ്. ഇതെന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പക്ഷേ ഈ ഓക്സിജൻ നിൽക്കുന്ന സ്ഥലത്തല്ല ഈ ഓക്സിജൻ നിൽക്കുന്നത്. ഇതെന്തിന് എക്സാമ്പിളാ? ഇത് പൊസിഷൻ ഐസോമറിസത്തിനും എക്സാമ്പിൾ തന്നെയാണ്. ഇത് മെറ്റാമറുമാണ്, പൊസിഷൻ ഐസോമറുമാണ്. സംശയം അറിയോ? ഒരു സംശയം കൂടി ഉണ്ടെങ്കിൽ ദാ ഇതിലേക്ക് നോക്കിയാൽ മതി. സാറേ, ഈ വർഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ആഡ് ചെയ്തൊരു ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, 6ാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പ്. 5ാമതായിട്ട് ആഡ് ചെയ്തത് ആൽഡിഹൈഡും, 6ാമതായിട്ട് ആഡ് ചെയ്തത് ആരുമാണ്? കീറ്റോ ഗ്രൂപ്പുമാണ്. സോ 1ാമത്തെ നോക്കിക്കേ, കീറ്റോ നിൽക്കുന്നത് സെൻട്രലാണ് അല്ലേ? ഇവൻ്റെ പേരെന്താ വരിക? 1 2 3 4 5 പെൻറ്റാൻ 2 ഓൺ അല്ലേ? 1 2 3 പെൻറ്റാൻ -3 ഓൺ എന്നാണ് ഇവൻ്റെ പേര് വരുന്നത്.
കീറ്റോൺ കീ പെൻറ്റാൻ 3 ഓൺ. ഇനി ഇവന്റെ പേരെന്താ വരിക? പേരിടാൻ നിങ്ങൾ പഠിക്കാത്തതിന്റെ പ്രശ്നമല്ലേ? ഇവന്റെ പേരെന്താ വരിക? 1 2 3 4 5. ഇവൻ ആരാണ്? പെൻറ്റാൻ ആണ്. പക്ഷേ രണ്ടാമത്തെ കാർബൺ അല്ലേ ഇത്? 1 2 ഇതല്ലേ രണ്ടാമത്തെ കാർബൺ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാർബണും കൂടി എണ്ണത്തിൽ കൂട്ടണം കേട്ടോ. സോ പെൻറ്റാൻ -2 ഓൺ. അപ്പൊ രണ്ടെണ്ണം വന്നില്ലേ? എന്താ മാറ്റുള്ളത്? സർ അത് പെൻറ്റാൻ 3 ഓൺ ആണ്, ഇത് പെൻറ്റാൻ 2 ആണ്. രണ്ടിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ അല്ലേ മാറിയത്? അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിൾ ആണ്. ഇനി എൻ്റെ ചോദ്യം, ഇത് മെറ്റാമറിസത്തിന് എക്സാമ്പിൾ ആണോ? യെസ്, തീർച്ചയായും എക്സാക്ട്ലി ഇത് മെറ്റാമറിസത്തിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താ? ഒന്നാമത്തെ CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വലതുഭാഗത്ത് 2 കാർബൺ, ഇടതുഭാഗത്ത് 2 കാർബൺ. എന്നാൽ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ COയുടെ വലതുഭാഗത്ത് 1 കാർബൺ, മറ്റേ ഭാഗത്ത് 3 കാർബൺ അല്ലേ? അപ്പോൾ ചെയിനുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും വ്യത്യാസമുണ്ടെങ്കിൽ അത്തരം ഐസോമേഴ്സിന്റെ പറയുന്ന പേരാണ് മെറ്റാമേഴ്സ്. പക്ഷെ എന്ത് സെയിം ആയിരിക്കണം? നോട്ട് ദ പോയിന്റ്. വെറുതെ എല്ലാத்தைയും പിടിച്ചിടരുത് കേട്ടോ. എന്ത് സെയിം ആയിരിക്കണടാ? മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള ചോദ്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് വരും. ലൈവുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഐസോമേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.